ഫോറസ്റ്റ് മൊത്തം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് 2 ടൈഗർ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇതാ വരുന്നു ഒരു ഒറ്റയാൻ കാട്ടുപോത്ത്. നോക്കിക്കേ, സൂര്യൻ ഉദിച്ച് വരുന്നു. നോക്കി എന്താ രസമല്ലേ. ഒരു പറ്റം കാട്ടാനക്കൂട്ടത്തെയാണ് കണ്ടത്. അതിന് ശേഷം മഴ വരുവാന്ന് നോക്കുവാന്ന് തോന്നുന്നു പാവം. എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ചത് ഒരുത്തൻ ഫോട്ടോ എടുക്കുവാണേ. വൈൽഡ് ഡോഗ്സ്. ബന്ദിപ്പൂർ ജയിലാറിൻ്റെ മഹാരാജ പാക്കേജാണേ. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫാമിലി ട്രിപ്പിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നുണ്ട്. ബന്ദിപ്പൂർ ജയിലാറിൻ്റെ മഹാരാജ പാക്കേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കൂടെ വൈഫും കുട്ടിയുമാണ് ഉള്ളത്. ഏകദേശം 2:30 ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം 3 മണിക്ക് നമുക്ക് സഫാരിയാണ് ഉള്ളത്. ആ സഫാരിക്ക് പോകാനായിട്ട് നമ്മൾ അതിന് മുന്നേ റൂമിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ച്, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. കിങ് ഫിഷർ എന്നാണ് നമ്മുടെ റൂമിൻ്റെ പേര്. നല്ല അടിപൊളി ഒരു സ്റ്റേ ആണ്. ഈ ജയിലാറിന് തന്നെ ബന്ദിപ്പൂരിലെ മഹാരാജ പാക്കേജ് വളരെ നല്ലൊരു സ്റ്റേ ഓപ്ഷനാണ് നമുക്ക് ഫാമിലിക്കൊപ്പം ഒക്കെ ആയിട്ട് വരുമ്പോൾ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും ലോക്കറും എന്താ പറയുക, ടി വിയും ബാൽക്കണി, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്റ്റേ ആണേ. ഈ പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേയും ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ നമുക്കൊരു സഫാരിയും അതിനുശേഷം നമുക്ക് ഒരു ഡോക്യുമെൻ്ററി, അവിടുത്തെ ഒരു കാടുകളിൽ നിന്ന് തന്നെ എടുത്ത ഒരു ഷോർട്ട് ഫിലിമും, പിന്നെ മോർണിംഗ് 6 മണിക്ക് ഉള്ള സഫാരിയുമാണ് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 2 സഫാരിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേയും ഈ ഫുഡുമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ജിപ്സി സഫാരിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മണിക്കൂറത്തെ സഫാരിയാണ് നമുക്കുള്ളത്. ഈ 3 മണിക്കൂറത്തെ സഫാരി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സൈറ്റിങ്ങിന് ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ 3 മണിയുടെ സഫാരിക്ക് എടുത്ത അവൻ റയാനിത കയറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബന്ദിപ്പൂർ സഫാരി പോയിൻറ്റിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് പോകാനായിട്ട് കാടിലോട്ട് കയറിയപ്പോൾ തന്നെ നോക്കി മാനുകളൊക്കെ നമ്മുടെ വഴി സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഫോറസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് നമ്മുടെ അവിടെ വഴി സൈഡിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ സമീപിച്ചിരിക്കുകയാണ്. നോക്കി മയിലുകൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോവുകയാണേ. ഇത് ഇപ്പുറ സൈഡിൽ ഒരു മാൻ ഇതാ വെള്ളം കുടിക്കുന്നു. ഈ വേനൽക്കാലത്ത് ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ മൃഗങ്ങളുടെ അവസ്ഥ. നോക്കിക്കേ, ഫോറസ്റ്റ് നോക്കിക്കേ, മൊത്തം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനകളൊക്കെ ആയിട്ട് നമ്മുടെ വയനാട് സൈഡിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ടൈഗർ സൈറ്റിംഗ് ആണ് കിട്ടിയത്. ഒട്ടുമിക്ക വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈഗർ ഒരേ സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണ ഒരു ടെറിറ്ററിയിൽ ഒരു ടൈഗർ മാത്രമാണ് ഉള്ളത്. ഈ ടൈഗർ മീറ്റിങ്ങിൻ്റെ സമയത്താണ് 2 ടൈഗർ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ശേഷമാണ് കേട്ടോ ഇതുപോലൊരു സൈറ്റിംഗ് കിട്ടിയത്. നമ്മുടെ സഫാരിയുടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം അവിടെ നമുക്ക് വേസ്റ്റ് ആയെന്നുള്ളതാണ്. കാരണം കുറ്റിക്കാടുകളായതിനാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇതാ ജസ്റ്റ് അവൻ ഇറങ്ങി വരുന്ന ആ സമയത്ത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതാ അടുത്തയാൾ അവിടുത്തെ, അത് ഫീമെയിൽ ടൈഗറാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു അടിപൊളി ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. 2 ടൈഗറെ ഒരു സഫാരിയിൽ ഒറ്റയടിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം തന്നെയായിരുന്നു. ഈ കുറ്റിക്കാടുകളില്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളി സീനായിരുന്നു കേട്ടോ. നോക്കിക്കേ, അവിടെ കിടന്ന് ഉരുളുവാണ്. ഇന്ത്യൻ ഗോർ മെയിലാണേ. This is male actually. Male is a solitary animal. This season very lesser than madam this type. അങ്ങനെ ഈവനിങ് സഫാരിയിൽ നമുക്ക് ഈ ടൈഗർ മീറ്റിങ്ങിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം 2 മണിക്കൂറോളം നമുക്ക് അവിടെ പോയി എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഒരു കാട്ടുപോത്തിനെ അങ്ങനെ കുറച്ച് മാനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഈവനിങ്ങിൽ നമ്മൾ സഫാരി കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും അവിടെ നമുക്ക് സ്നാക്സും ടീ അല്ലെങ്കിൽ കോഫി റെഡിയാണെന്നുള്ളതാണ്. അങ്ങനെ ഈവനിങ് സഫാരിയൊക്കെ കഴിഞ്ഞ് സ്നാക്സും ടീയൊക്കെ കുടിച്ച് അവിടെ നിന്ന് റൂമിലോട്ട് പോകുന്ന ആ ഒരു വൈബ് നോക്കിക്കേ, എന്താ രസമല്ലേ. നല്ലൊരു സ്റ്റേ തന്നെയാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളോടൊപ്പമൊക്കെ അവധിക്കാലത്തൊക്കെ വന്ന് നിൽക്കാനും അതുപോലെ സഫാരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്നുള്ളതാണ്. നല്ല അടിപൊളി സ്റ്റേ ആണ്. നമുക്ക് അതായത് കർണാടക ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ടുള്ളതും നല്ല അടിപൊളി ഒരു സ്റ്റേ തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ റൂമുകളാണ് കേട്ടോ മഹാരാജ പാക്കേജിലുള്ളത്.
ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഫ്രഷ് ആവുക. ഫ്രഷ് ആയതിനു ശേഷം ഒരു ഡോക്യുമെൻ്ററി നമുക്ക് കാണാനായിട്ട് അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. അത് ഈ ബന്ദിപ്പൂർ കാടുകളിൽ നിന്ന് തന്നെ എടുത്ത ഡോക്യുമെൻ്ററിയാണ്. വൈൽഡ് ഡോഗ്സിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ഡോക്യുമെൻ്ററിക്ക് ശേഷം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തന്നെയായിരുന്നു കേട്ടോ. ബുഫേ സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് വെജ് വേണമെങ്കിൽ വെജ്, നോൺ വെജ് വേണ്ടിയവർക്ക് നോൺ വെജ്. കാരണം മറ്റൊന്നുമല്ല, ഈ ബന്ദിപ്പൂർ സഫാരിയിലെ ഈ JLR പ്രോഗ്രാമിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും അടക്കം ഒരുപാട് ആളുകളാണ് വരുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് എന്താ വേണ്ടിയെന്നുള്ളത്. ഒരു രക്ഷയില്ലാത്ത ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നേരത്തെ കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് എണീറ്റ് രാവിലത്തെ സഫാരിക്ക് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. 6 മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5:45 നമുക്ക് ഇവിടെ നിന്നും പോയിട്ട് ബന്ദിപ്പൂർ സഫാരിയുടെ റിസപ്ഷനിൽ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ടേ. രാവിലെ ഫോറസ്റ്റിനുള്ളിലൂടെ ചെറു തണുപ്പൊക്കെ അടിച്ച് ഇതാ സൂര്യൻ ഉദിച്ച് വരുന്ന ആ കാഴ്ച നോക്കിക്കേ, എന്ത് രസമാണ്. ഒരു പ്രത്യേക ഒരു വൈബിന് കേട്ടോ. മോർണിംഗിൽ കാടിനുള്ളിലുള്ള സഫാരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സഫാരി തന്നെയാണ്. അങ്ങനെ കുറേ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ഒരു ഒറ്റയാൻ കാട്ടുപോത്താണ് കേട്ടോ. മെയിലാണ്. പച്ചപ്പുല്ലുകൾ തേടി നടക്കുന്ന കാട്ടുപോത്തും അതുപോലെ മാനുകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പച്ചപ്പുല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. എല്ലാം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതേ ആനകളുടെ ഒരു കൂട്ടത്തെയാണ് കണ്ടത്. എല്ലാം ഇതുപോലെ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ശരിക്കും ആ മൃഗങ്ങളെ കാണാനുള്ള ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ്. ജസ്റ്റ് എന്താ പറയുക, കണ്ടു എന്ന് പറയാൻ പറ്റി. ഇന്നലെ ആണെങ്കിലും നമുക്ക് വൈകിട്ടത്തെ സഫാരിയിൽ ടൈഗറെ കിട്ടിയത് ഇതുപോലെ തന്നെയായിരുന്നു. കുറ്റിക്കാടുകളുടെ ഇടയിലായതുകൊണ്ട് കാണാനായിട്ട് പറ്റിയില്ല. കുട്ടി ആനകളും ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, വൈറ്റ് ലങ്കൂർ മുകളിലോട്ട് നോക്കുക. മഴ പെയ്യുമെന്ന് നോക്കുന്നതാണോ എന്നറിയില്ല. കാട്ടുകോഴി എന്താ അല്ലേ രസം കാണാൻ. എൻ്റെ ഭംഗി നോക്കി. നമ്മുടെ നാട്ടിലെ കോഴിയും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി. എൻ്റെ കളറ് നോക്കിക്കേ, എന്ത് ഭംഗിയാണ്. അങ്ങനെ ഇതാ കുറേ അങ്ങ് ദൂരെയാണ് കേട്ടോ. ഒരു 5-6 വൈൽഡ് ഡോഗ്സ് അവിടെ നിന്ന് കളിയാണെന്ന് തോന്നും. അങ്ങനെ അവറ്റകൾ ഇതാ നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണേ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാടൻ പട്ടികളെ പോലെയാണ് തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആനിമൽ തന്നെയാണ് ഈ വൈൽഡ് ഡോഗ്സ്. കൂട്ടമായിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ജീവനോടെ ഈ മ്ലാവിനെയാണേലും മാനോ എന്താണേലും ജീവനോടെ കടിച്ച് പറിച്ച് തിന്നുമെന്നുള്ളതാണ്. ഈവൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പോലും മ്ലാവിനാണെങ്കിലും മാനുകൾക്കാണേലും പുറകെ നീന്തി ഇവർ കീഴ്പ്പെടുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇന്നലെ നമ്മൾ കണ്ട ഡോക്യുമെൻ്ററിയിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നേ. കാണുമ്പോൾ നോക്കിക്കുക, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പട്ടി പോലെ തന്നെയാണ് അല്ലേ. എന്നാലൊരു ഗ്രൂപ്പ് വൈൽഡ് ഡോഗ്സ് നമുക്ക് ജിപ്സിയുടെ അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങ് ദൂരെയായിരുന്നു. നമ്മുടെ ജിപ്സിയുടെ അടുത്തുകൂടെ റോഡ് ക്രോസ് ചെയ്ത് വേറെ സൈഡിലോട്ട് പോവുകയാണ്. ഒരു പക്ഷേ ഹണ്ടിങ്ങിനായിരിക്കും രാവിലെ തന്നെ പുറപ്പെട്ടത്. സാധാരണ നമ്മുടെ വണ്ടികളോ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ കാടുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മാർക്ക് ശീലം ആയതുകൊണ്ടായിരിക്കാം, പേടിയൊന്നുമില്ല. നോക്കി കിടക്കുവാണ് അവിടെ. ഇതേ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ചത് ആശാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ധൃതിയിലാണ് കേട്ടോ. കുട്ടികളുണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവർ എൻജോയ് ചെയ്യുമെന്നുള്ളതാണ് ഈ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം സൈഡിലോട്ട് പോയേ.
സാധാരണ നമ്മൾ ഈ ബന്ദിപ്പൂർ സഫാരിയിൽ ഒരുപാട് മാൻ കൂട്ടങ്ങളെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഇതിൽ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് 2ഉം 3ഉം 8ഉം 10നെയൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ കൂട്ടത്തെ കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഡ്രൈ ആയതുകൊണ്ട് വെള്ളവും ഫുഡൊക്കെ തേടിയിട്ട് നമ്മൾ മനുഷ്യവാസമുള്ള സ്ഥലത്തോട്ട് മാനങ്ങളൊക്കെ പോയി എന്നുള്ളതാണ്. പിന്നെ ഇതുപോലത്തെ ഉള്ള ഈ ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് ഇതുങ്ങളുടെ എല്ലാം ആശ്രയം. അതും പേടിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, വെള്ളം കുടിക്കുന്ന സമയത്ത് വൈൽഡ് ഡോഗ്സ് ആയാലും കടുവയും പുലിയൊക്കെ ഇതുങ്ങളെ ആക്രമിക്കാനുള്ള ചാൻസ് ഉള്ളതിനാൽ തന്നെ വളരെ പേടിച്ചാണ് ഇത് വെള്ളം കുടിക്കുന്നത് തന്നെ. പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഇതുപോലെയുള്ള 1-2 ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ തടാകമാണ് കേട്ടോ എല്ലാവർക്കും ആശ്രയം എന്ന് പറയുന്നത്. അടുത്ത് ഈ കാട്ടുപന്നി ഇതാ വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണേ. ഇഷ്ടം പോലെ ബേഡ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണേ. നോക്കിക്കേ, എന്താ സീനല്ലേ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ തത്തമ്മയാണേലും നമുക്ക് നമ്മുടെ പ്രസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പറന്നു പോകുന്നതാണേ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തേൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് തത്തയാണെന്നുള്ളതാണ്. ഫുള്ളൊരു തത്തയുടെ എന്താ പറയുക, ഒരു കൂട്ടം എന്ന് പറയാം. പലതരത്തിലുള്ള തത്തമ്മയാണ്, പലതരത്തിലുള്ള പാരറ്റ്സിൻ്റെ ടൈപ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. എന്തായാലും നല്ല അടിപൊളി ഒരു സഫാരി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ ജയലാറിൻ്റെ സ്റ്റേ ബുക്ക് ചെയ്യാനായിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട്.org എന്ന സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ മഹാരാജ പാക്കേജിൻ്റെ ഈ റേറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡിന് ഏകദേശം 8000 സംതിങ് ആണ് വരുന്നത് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് 2 സഫാരിയും അതുപോലെ ഫുഡും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫും കംഫർട്ടും ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ. എന്താണേലും ബന്ദിപ്പൂർ ജയലാറിന് മഹാരാജ പാക്കേജ് നല്ല അടിപൊളി ഒരു സ്റ്റേയും അതുപോലെ സഫാരിയും ഒക്കെ ആയിരുന്നു. പല കാണാത്ത പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. എൻ്റെ കൂട്ടത്തിൽ വന്ന നമ്മുടെ കൊച്ചിനും അതുപോലെ വൈഫിനാണെങ്കിലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ബന്ദിപ്പൂർ അല്ലെങ്കിൽ കബനി സഫാരിക്ക് ഇതുപോലുള്ള സഫാരിക്ക് പോകാൻ ഇതുകൊണ്ട് ഒരു പ്രേരണയായി കേട്ടോ. എന്തായാലും വീഡിയോയുടെ ബൈൻഡപ്പ് ചെയ്യണേ.